Hello, Namaste. Welcome back to WinTrader. ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന നമ്മുടെ WinTrader സോഫ്റ്റ്വെയർ ട്രേഡിംഗ് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെയാണ് ട്രേഡിംഗിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സോഫ്റ്റ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് ചാർട്ട് എടുത്തിട്ടാലും അതിൻ്റെ റിയൽ ടൈം മാർക്കറ്റ് വാല്യൂയും ആ മാർക്കറ്റിൽ എന്താണെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് സോഫ്റ്റ്വെയറിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഡോക്ടർ റെഡിയും ക്രൂഡ് ഓയിലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ മാർക്കറ്റ് റേറ്റ് വരുന്നതാണ്, ഈ മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. ഇവിടെ ഇപ്പം ഞാൻ ഡോക്ടർ റെഡ്ഡിയിലാണ് കാണിച്ചിരിക്കുന്നത്, ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4014.85 4014.85 ഇപ്പം മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ റണ്ണിങ് വേർഷൻ 8.1. ഈ സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 13 ഇയേഴ്സായി, 13 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വേർഷൻസ് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ റണ്ണിങ് വേർഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്കാനറും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ പുതിയ വേർഷൻ കൂടെ വരുന്നുണ്ട്, പുതിയ സർവീസുകൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വേർഷൻ 10th വേർഷനാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സ്കാനർ കിടക്കും. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ റെഡിയാണ്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇവിടെ കാണുന്നതാണ്. ഈ റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ. ഈ രണ്ട് ആരോസ് സിഗ്നൽ രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു അലേർട്ട് മെസ്സേജ് വരും, നമ്മുടെ സ്ക്രീനിൽ ഒരു അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് എഫക്റ്റോടെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ അലേർട്ടിൽ എഴുതി വരും. പക്ഷേ നമ്മളെല്ലാ സിഗ്നലും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോഫ്റ്റ്വെയർ സിഗ്നൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഫ്റ്റ്വെയർ 10 സിഗ്നൽ തരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര കൺഫർമേഷൻ സിഗ്നൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കുക. ആ കൺഫേം സിഗ്നൽ മാത്രമേ നിങ്ങൾ എൻട്രി ആവുള്ളൂ. ഈ 10 സിഗ്നൽ അതുകൊണ്ട് ആ 10 സിഗ്നലും കയറി ട്രേഡ് എടുക്കല്ലേ. ആ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ താഴത്ത് എഴുതി വരും, പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് എഴുതി വരും. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ഒരു ബാർ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൻ്റെ കളറ് സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. ഇപ്പോൾ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ കളറ് റെഡ് ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ മതിയോ. ഫസ്റ്റ് ആരോ പറയണം, സെല്ലാണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രൈസ് സെൽ സോൺ കാണിക്കണം, പിന്നെ ആരോടെ താഴത്തെ ബാറില്ലേ ആ ബാറ് റെഡ് ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം ആണ്, ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യാം. അപ്പം നമ്മൾ എൻട്രി ചെയ്ത ശേഷം താഴത്തോട്ട് നോക്കിയാൽ സ്റ്റോപ്പ് ലോസ് താഴെ കാണിക്കും. അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും ടാർഗറ്റ് 1, ടാർഗറ്റ് 2 ആൻഡ് ടാർഗറ്റ് 3 ടാർഗറ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പം നമ്മൾ ഇത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. സെല്ലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് സെൽ സോൺ കാണിക്കണം, പിന്നെ ആരോടെ താഴത്തെ ആ ബാറ് റെഡി. ഇത്രയും നോക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് സൈഡ് വ്യൂ ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. സൈഡ് വ്യൂ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയാൽ ഇതിൻ്റെ ക്യാൻഡലിൻ്റെ കളർ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ സെല്ല് പോകുന്നുണ്ടെങ്കിൽ അത് റെഡ് ആയിരിക്കും, ക്യാൻഡിൽസ് എല്ലാം റെഡ് ആയിരിക്കും. ബൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും. ഈ റെഡും ഗ്രീനും എല്ലാം അതിനകത്ത് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് കാണാൻ പറ്റും, ലൈക്ക് ഓറഞ്ച് കളേഴ്സ്, ലൈറ്റ് ബ്ലൂ, MD ക്യാൻഡിൽ. അതായത് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ ക്യാൻഡിൽസും സൈഡ് വ്യൂ ഇൻഡിക്കേഷനാണ്. അത് മാർക്കറ്റ് സൈഡ് വ്യൂ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കളർ ചേഞ്ച് ചെയ്ത് കാണിക്കും നമ്മൾ. പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ കൂടി കാണിച്ചു തരും. ഈ മേഖല നോക്കിയാൽ ഈ റെഡ് സ്റ്റാർസ് ഇല്ലേ, അതാണ് റെസിസ്റ്റർ ലെവൽ. ഇപ്പം നോക്കിയാൽ മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ ഡോക്ടർ റെഡിയുടെ 4015.20 ഈ 4020.75 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സിലോട്ട് പോകും. പക്ഷേ അത് സപ്പോർട്ട് ലെവലാണെങ്കിൽ ഇത് കണ്ടേ, ഇവിടെയാണെങ്കിൽ ഈ കിടക്കുന്നതാണ് ഈ ബ്ലൂ സ്റ്റാർസ് ആണ് സപ്പോർട്ട് ലെവൽ. ആ സപ്പോർട്ട് കാണിക്കുന്നത് 4011 ഈ 4000 ഇപ്പം മാർക്കറ്റ് റേറ്റ് കാണിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും 4013.45 അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. പക്ഷേ നമുക്ക് സപ്പോർട്ട് കാണിക്കുന്നത് 4011 ആ 4011 ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് പിന്നെയും ഇറങ്ങിപ്പോവും, മാർക്കറ്റ് ഇനിയും ഇറങ്ങിപ്പോവും. അതപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ ഇതിനകത്ത് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഇത് എത്ര ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടാലും ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇപ്പം ഞാൻ ഡോക്ടർ റെഡ്ഡിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ക്രൂഡ് ഓയിൽ എന്തെങ്കിലും സിഗ്നൽ വരാണെങ്കിൽ ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ചാർട്ട് ഓപ്പൺ ചെയ്യും. ഇതുപോലെ നമുക്ക് എത്ര ചാർട്ട് വേണമെങ്കിലും താഴത്ത് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ക്രൂഡ് ഓയിൽ നിങ്ങൾക്ക് നോക്കി ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈനാണ് ഡേ ബ്രേക്ക് ലൈന്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് കിട്ടിയ ബൈസിക്കിളാണ് 7932 7932 നമുക്ക് 9:40 ഒരു ബൈസിക്കിൾ കിട്ടി. അതിപ്പോൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 25 പോയിൻറ്റ്സ് മാർക്കറ്റ് കയറി കഴിഞ്ഞ്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ബൈ കിട്ടിയതെന്ന് വെച്ചാൽ 7932 അത് ഫസ്റ്റ് ടാർഗറ്റ് 7949 ആയിരുന്നു.
സെക്കൻഡ് ടാർഗറ്റ് 7963 ആയിരുന്നു. അപ്പോൾ 63 വരെ അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് വരെ അടിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം ബൈ സ്റ്റാറ്റസിൽ 2 ടാർഗറ്റ് അച്ചീവ് ആയിരിക്കും എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റിൽ നിന്ന് നമ്മൾ 2 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് എന്നിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ MCXലും NSEലും എല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോറക്സും കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വേണ്ടത് അത് ഇതുപോലെ താഴത്ത് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഓപ്പൺ ചെയ്യിക്കുന്ന എല്ലാത്തിനും ഇൻഡിക്കേഷൻ വരികയാണെങ്കിൽ അലേർട്ട് മെസ്സേജ് വരും. അത് നമ്മുടെ സ്ക്രീൻ നമ്മുടെ സിസ്റ്റത്തിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെൽ സൗണ്ട് കൂടി ഇത് നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട ഏതാണ്, നമുക്കിപ്പോൾ സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുന്നെങ്കിൽ ആ സ്റ്റോക്കിൽ ഏതൊക്കെ സ്റ്റോക്കാണ് മേജർ സ്റ്റോക്ക് ആഡ് ചെയ്ത് തരുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കാനറുണ്ട്. ആ സ്കാനറിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം അതിനകത്ത് 75 വരെ ആഡ് ചെയ്യാം. നമുക്ക് 75 സിമ്പിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് സിഗ്നൽ വരുമ്പോൾ ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പോയി ജസ്റ്റ് നോക്കും, ഓപ്പൺ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഈ ഇപ്പോഴത്തെ സ്കാനർ നമുക്ക് 3 തരത്തിലുള്ള സിഗ്നൽസ് തരും. ഡയറക്റ്റ് സിഗ്നൽ തരും, റീ എൻട്രി സിഗ്നൽസിന് തരും, പിന്നെ ട്രെൻഡ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം. ഡയറക്റ്റ് ട്രേഡ് എടുക്കൽ ഓപ്പൺ ചെയ്ത് നോക്കണം. ആ തന്ന സിഗ്നൽ ഡയറക്റ്റ് സിഗ്നൽ ആണോ റീ എൻട്രി സിഗ്നൽ ആണോ എന്ന് നോക്കിയ ശേഷം കൺഫേം ചെയ്ത ശേഷം നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള ഫുൾ നമ്മൾ ഇന്ന് ട്രെയിനിങ് സെഷൻ പറഞ്ഞുതരും. അതെങ്ങനെയാണ് സെറ്റിംഗ് ചെയ്യുക. നമ്മൾ നോർമൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ പേയ്മെൻറ്റ് ഇട്ട ശേഷം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളിത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ഓൺലൈൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡയറക്റ്റ് ഓഫീസിൽ വരണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഡയറക്റ്റായിട്ട് വരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണിക്കുകയും ചെയ്യാം. സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് നമുക്ക് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ സിസ്റ്റമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഫുൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ പേര് ഗംഗ എന്നാണ്. എൻ്റെ നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാം. www.wintradersoft.com നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിനകത്തൊരു റിവ്യൂസ് പേജ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് അതിനകത്തൊരു ലൈവ് സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വരാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.